ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴയാണ് കേട്ടോ. രാവിലെ എന്നല്ല, രാത്രിയിലും പുലർച്ചെയും ഒക്കെ ഇടവിട്ട് മഴ തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേഗം വന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ ഇരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ കമ്പ്യൂട്ടറിൽ ഇരുന്നു. അത് കഴിഞ്ഞ് വർക്കൊക്കെ തീർന്നു കഴിഞ്ഞ് പതുക്കെ താഴേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചു. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. കുറച്ച് വർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഇറങ്ങി മുറ്റത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. 2 ദിവസമായി മുറ്റത്തേക്ക് അങ്ങനെ ഈ സമയത്ത് ഇറങ്ങിയിട്ട്, കാരണം മഴ തന്നെയാണ്. ഇന്നിപ്പോൾ കൊടയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ചെടികളൊക്കെ നോക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡക്കോമയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണ് കാശത്തുമ്പൊക്കെ ആകെ ഒരു ശോചനീയാവസ്ഥയായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറിച്ചത് അടുപ്പിച്ചടുപ്പിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ അതേ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ, എത്ര ദിവസമായെന്നറിയാം പൂവ് അങ്ങനെ ഉണ്ടായി നിൽക്കുന്നു. അതാണ് ഓർക്കിഡിൻ്റെ പ്രത്യേകത. പൂവ് ഉണ്ടാവാനായിട്ട് നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാളതങ്ങനെ നിൽക്കും. പിന്നെ ബാക്കി ചെടികളൊക്കെ മഴ കൊണ്ടാകെ ഇങ്ങനെ അലന്ന് പിരുന്നൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ 10 മണി വെച്ചതിൽ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കി ചട്ടികളിലെ വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ ചെരിച്ച് കളയാം. 10 മണിയിൽ ആ ഗട്ടറിലെ വെള്ളം എങ്ങനെയാണ് കളയാമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അത് പിടിച്ചങ്ങനെ ചെരിക്കാനും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ മണ്ണിൽ നട്ടിരിക്കുന്ന ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട്, കാരണം മഴയാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. സൺഷെയ്ഡിൻ്റെ താഴെ വെച്ചേക്കുന്ന ചട്ടികളിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ചട്ടികളിലെ വെള്ളം നമ്മൾ ഒഴിച്ച് കളയണം. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ചെടികൾക്ക് ചീച്ചിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം മഴ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മണ്ണ് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൽ ആ വെള്ളം ഇറങ്ങില്ല, പിന്നെ അങ്ങനെ മുകളിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അതിന് ചീച്ചിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ വെള്ളമൊക്കെ നമ്മൾ എടുത്ത് കളയണം. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ചട്ടികളിൽ പിന്നെ ഇങ്ങനെ അഴികളൊക്കെ ഉള്ള കാരണം വെള്ളമൊക്കെ അങ്ങനെ പൊക്കോളും. ഇന്ന് മൊത്തം എന്തായാലും ഒരു മഴ ദിവസമായിരിക്കും. കറണ്ടും കൂടെ പോയാൽ കുശാലായി.